മുന്നിൽ നിന്ന് നയിച്ച് ചന്ദ്രബാബു നായിഡു ഡാറ്റാ സെൻറ്റർ ഹബ്ബായി ഉയരാൻ വൈസാഗ്. ഇന്ത്യയുടെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിന് ഹബ്ബായി മാറാൻ ഒരുങ്ങുകയാണ് ആന്ധ്രാപ്രദേശിലെ വൈസാഗ് അഥവാ വിശാഖപട്ടണം. 1 ഗിഗാവാട്ട് കപ്പാസിറ്റി വരുന്ന ഡാറ്റാ സെൻറ്റർ $15 ബില്യൺ നിക്ഷേപിച്ച് വിശാഖപട്ടണത്ത് നിർമ്മിക്കുമെന്ന് ഗൂഗിൾ പ്രഖ്യാപിച്ചതോടെ ഈ മേഖല ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അദാനി എൻ്റർപ്രൈസുമായി ചേർന്നാണ് ഗൂഗിൾ ഈ ഡാറ്റാ സെൻറ്റർ നിർമ്മിക്കുന്നത്. അദാനി എൻ്റർപ്രൈസസും എഡ്ജ് കണക്സും ചേർന്നുള്ള സംയുക്ത സംരംഭമായ അദാനി കണക്സ് ആവും ഗൂഗിളിൻ്റെ പങ്കാളി. എയർടെലും ഈ സംരംഭത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഈ പ്രൊജക്റ്റിനെയും കടത്തിവിടുന്ന ഡാറ്റാ സെൻറ്റർ പദ്ധതിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. $17 ബില്യൺ അഥവാ 1.6 ലക്ഷം കോടി രൂപ നിക്ഷേപിച്ച് 1.5 ഗിഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെൻറ്റർ റിലയൻസ് വിശാഖപട്ടണത്ത് സ്ഥാപിക്കും. ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലെ വമ്പൻ മത്സരങ്ങൾക്ക് ഇതോടെ വിശാഖപട്ടണം വേദിയാകുമെന്ന് ഉറപ്പായി. സിഫി 500 മെഗാവാട്ടിൻ്റെ ഡാറ്റാ സെൻറ്ററും ഡിജിറ്റൽ കണക്ഷൻ 1 ഗിഗാവാട്ടിൻ്റെ ഡാറ്റാ സെൻറ്ററും നിർമ്മിക്കുന്നതും വൈസാഗിലാണ്. റിയൽ എസ്റ്റേറ്റ് വമ്പനായ അനന്തരാജ് 300 മെഗാവാട്ടിൻ്റെ ഡാറ്റാ സെൻറ്ററും വിശാഖപട്ടണത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. RMZ 1 ഗിഗാവാട്ടിൻ്റെയും തിൽമാൻ ഗ്ലോബൽ 300 മെഗാവാട്ടിൻ്റെയും ഡാറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കാനും ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു സർക്കാരുമായി ധാരണയായിരിക്കുന്നു. ഡാറ്റാ സെൻറ്റർ പോളിസി 4.0 നിക്ഷേപകരെ ആകർഷിക്കുകയാണ് നായിഡു സർക്കാരും IT മന്ത്രി നാരാ ലോകേഷും. വമ്പൻ ഇൻസെൻറ്റീവുകളാണ് IT വമ്പന്മാരെ വിശാഖപട്ടണത്തേക്ക് ആകർഷിക്കുന്നത്. 100% GST റീഇംബേഴ്സ്മെൻറ്റും മെഷീനറിക്ക് മേൽ 10% ക്യാപിറ്റൽ സബ്സിഡിയും നേരിട്ട് വൈദ്യുതി വാങ്ങാനുള്ള ലൈസൻസും അടക്കം നൽകിയാണ് ആന്ധ്രയുടെ ഡാറ്റാ സെൻറ്റർ പ്രോത്സാഹനം. ഗുജറാത്തും മഹാരാഷ്ട്രയും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉയർത്തിയ വെല്ലുവിളി മറികടന്ന് ഡാറ്റാ സെൻറ്റർ സംരംഭകരെ ആകർഷിക്കാൻ ആന്ധ്രാപ്രദേശിന് സാധിച്ചിട്ടുണ്ടെന്ന് കരാറുകളുടെ ബാഹുല്യം തെളിയിക്കുന്നു. ഹൈദരാബാദിനെ സൈബറാബാദാക്കിയ ചന്ദ്രബാബു നായിഡു വൈസാഗിനെ ഡാറ്റാ സെൻറ്ററുകളുടെ ആസ്ഥാന നഗരമായി മാറ്റുമോ? എല്ലാ സാധ്യതകളും വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്.